ജീവിതത്തിൽ എല്ലായ്പ്പോഴും നെഗറ്റീവ് കാണുന്ന ആളുകൾ, നെഗറ്റീവ് ചിന്തിക്കുന്ന ആളുകൾ, നമ്മളെ കൂടി നെഗറ്റീവാക്കി മാറ്റുന്ന ആളുകൾ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് പറയുകയും അതൊന്നും നടക്കില്ല, അതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല, അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാറ്റിലും നെഗറ്റീവ് പറയുന്ന ആളുകൾ, അത്തരം ആളുകളെ നാം അറിഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുക എന്നതാണ് നാം ചെയ്യേണ്ടത്. എന്നാൽ ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, നമ്മുടെ ഭാര്യ, ഭർത്താവ്, നമ്മുടെ മക്കൾ, അതുപോലെയുള്ള ആളുകൾ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരെയൊന്നും ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താനോ അവോയ്ഡ് ചെയ്യാനോ കഴിയില്ല. അവരെ എങ്ങനെ ഡീൽ ചെയ്യാം എന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ 2 വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ വീഡിയോയിൽ 4ഉം കഴിഞ്ഞ വീഡിയോയിൽ 4ഉമായി 8 കാര്യങ്ങൾ പറഞ്ഞു. ഈ വീഡിയോയിലും നമ്മൾ 4 കാര്യങ്ങൾ പറയുകയാണ്. ഇത് ഒരുമിച്ച് പറഞ്ഞുകൂടെ എന്ന് ചില ആളുകൾക്ക് ചിന്തിച്ചേക്കാം. അത് വീഡിയോയുടെ ലെങ്ത് കൂടുകയും ഒരുപാട് സമയമെടുക്കുകയും ഒരു മടുപ്പുളവാക്കുകയും ചെയ്യും എന്നത് കൊണ്ടാണ്. നമ്മുടെയൊക്കെ സമയത്തിന്, ഈ പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും സമയത്തിന് ഒരുപാട് വാല്യൂ ഉണ്ട്. നമ്മൾ ആ വാല്യൂ കണക്കാക്കിക്കൊണ്ട് തന്നെ ചെറിയ ചെറിയ വീഡിയോകൾ സൗകര്യപ്രദമായ സമയങ്ങളിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇത് ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാതെ വരികയും ഇതിൽ പല കാര്യങ്ങളും പല സാഹചര്യങ്ങളും വ്യക്തികൾക്കും അനുസൃതമായി ചെയ്യേണ്ടതാണ്. എല്ലാതും എല്ലാ സമയത്തും അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഈ 12 കാര്യങ്ങൾ ഓരോ വ്യക്തിയെയും നാം മനസ്സിലാക്കി, ഓരോ സാഹചര്യങ്ങളെയും നാം മനസ്സിലാക്കി, ആ സാഹചര്യത്തിനും വ്യക്തിക്കും അനുസൃതമായ രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങളെ അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് നേരെ ഈ 4 കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായി, നമുക്ക് അവരെ മാറ്റി നിർത്താൻ കഴിയില്ല, അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല എന്നത് ശരിയാണ്. ഫിസിക്കലി അത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും നമുക്ക് ഇമോഷണലി അവരെ അവോയ്ഡ് ചെയ്യാൻ കഴിയും. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവായിരിക്കുമെന്ന ഒരു മുൻവിധിയോട് കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്തരം ആളുകൾ പറയുന്ന കാര്യങ്ങളെ നെഗറ്റീവാണ് പറയുന്നത് എങ്കിൽ അതിനെ നമ്മളിലേക്ക് എടുക്കാതിരിക്കുകയും അതിനെ സ്വീകരിക്കാതിരിക്കുകയും അതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞല്ലോ, അല്ല എങ്കിൽ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യത്തെ അത്തരത്തിലുള്ള ആളുകളുടെ അഭിപ്രായത്തിനനുസരിച്ച് മാറ്റാതിരിക്കുകയും ചെയ്യുക. അതോടൊപ്പം നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ദുഃഖങ്ങളെ ഒന്നും ആദ്യമായി അവരോട് വളരെ വിശദീകരിച്ച് പറയാതിരിക്കുക. കാരണം നമ്മുടെ ഒരു ചെറിയ സന്തോഷത്തെ പോലും അവരുടെ ഒരു വാക്കുകൊണ്ട് ഒരു പക്ഷേ തളർത്താനും തകർത്താനും ഇല്ലായ്മ ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരു സന്തോഷത്തെയും അവരോട് ആദ്യം പറയാതിരിക്കുക. നമ്മളെപ്പോഴും സന്തോഷവും ദുഃഖവും ഒക്കെ പറയേണ്ടത് നമ്മളെ സ്വീകരിക്കുന്ന, നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന, നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന, അത് നമുക്ക് ആ നല്ല കാലം വന്നതിൽ സന്തോഷിക്കുന്ന ആളുകളോടാണ്. അതുപോലെ തന്നെയാണ് ദുഃഖവും. നമ്മുടെ ദുഃഖം നാം പറയേണ്ടത് അതിനൊരു പരിഹാരം കാണുകയോ അല്ലെങ്കിൽ അതിനെ നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കുകയോ ഒക്കെ ചെയ്യേണ്ട ആളുകളാണ്. ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള ആളുകളുമായി നമ്മുടെ ദുഃഖങ്ങളെ പങ്കുവെച്ചാൽ അത് ഒരു വേള അവർക്കൊരു സന്തോഷം ലഭിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ നെഗറ്റീവ് ആക്കാൻ അത് കാരണമാകുകയോ ചെയ്യും. ഇത്തരം ആളുകൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. അവർക്ക് അവരുടെ ഏക സന്തോഷം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞോ ഒക്കെ കിട്ടുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവരോട് നമ്മുടെ സന്തോഷവും നമ്മുടെ ദുഃഖവും നേരെ അവരോട് പറയാതിരിക്കുക. ഒരുപക്ഷെ നമ്മുടെ ഭാര്യയാകാം, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളാകാം, എങ്കിൽ പോലും നമ്മൾ അവിടെയൊക്കെ പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ അവരുമായി ആദ്യഘട്ടത്തിൽ പങ്കുവെക്കാതിരിക്കുക എന്നതാണ് നാം ഒന്നാമതായി ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, അവരെ നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. അവര് എല്ലായ്പ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ചിന്തകൾ നെഗറ്റീവായതുകൊണ്ട് അവരുടെ സാഹചര്യങ്ങൾ, ചെറുപ്പകാലങ്ങളിൽ അവർ വളർന്ന സാഹചര്യങ്ങളെല്ലാം അതിനെ കാരണമായിട്ടുണ്ടാകാം. അല്ല എങ്കിൽ അവരനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു ദുഃഖം, ഒരു സങ്കടം ഒക്കെ അത് സംഭവിച്ചേക്കാം. അല്ല എങ്കിൽ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാകാം അത്. അതിൻ്റെ ഏറ്റവും നല്ല മരുന്ന് എന്നത് അവർ ആ നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുകയും എന്നാൽ അത് നമ്മളിലേക്ക് എടുക്കാതിരിക്കുകയും പരമാവധി പോസിറ്റീവായിട്ട് തന്നെ അവരോട് പെരുമാറുകയും ചെയ്യുക എന്നതാണ്. നമ്മൾ അവരെ മനസ്സിലാക്കുക. നമ്മളൊരു മാനസികമായിട്ടുള്ള വിഷയമുള്ള ആളുകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, അതേ എമ്പതിയോടുകൂടി, അതേ സഹാനുഭൂതിയോടുകൂടി അവർക്കതൊരു ഒരു തരത്തിലുള്ള അസുഖമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു രോഗിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന അത്ര ശ്രദ്ധയോടുകൂടി സാരമില്ല, അവനത് പറയേണ്ടത് പറയട്ടെ, അത് എനിക്കൊരു പ്രശ്നവും സംഭവിക്കില്ല എന്ന രീതിയിൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുക എന്നതാണ് ഒന്ന്. അങ്ങനെ നമ്മൾ വളരെ എമ്പത്തറ്റിക്കായി സഹാനുഭൂതിയോടുകൂടി
കൂടി അവരോട് പെരുമാറുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് നമ്മളോട് കൂടുതൽ അടുക്കുകയും ആ അടുക്കുന്ന സമയത്ത് അവർ കൂടി പോസിറ്റീവാകാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പെരുമാറുകയും അവരുടെ നന്മകളെ എടുത്ത് അവരെ അപ്രിഷിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. അവരെ കൃത്യമായി മനസ്സിലാക്കി അവരുടെ ദുഃഖങ്ങൾ എന്തെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, അവരുടെ പ്രയാസങ്ങൾ, ആ വൈകല്യങ്ങൾ, അതിന് കാരണം എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ കാരണത്തെ ഇല്ലായ്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ അത്തരം കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നാം അവരെ കൂടി പോസിറ്റീവാക്കി മാറ്റുക. കാരണം ഇവരെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത, ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഘടകമാണ് അവർ. അതുകൊണ്ട് തന്നെ അവരെ പരമാവധി മനസ്സിലാക്കിക്കൊണ്ട് അവരെ പോസിറ്റീവായി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതിന് കാലതാമസം എടുക്കും, ഒരുപാട് കാലമെടുക്കും. നാം ശ്രമിച്ചു കൊണ്ടിരിക്കുക. അതിനുള്ള ശ്രമം നാം നിരന്തരമായി സഹനത്തോടു കൂടി കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നാം ചെയ്യുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമതായി നമ്മുടെ മൈൻഡിനെ റീചാർജ് ചെയ്യുക എന്നതാണ്. നമ്മളൊരു ഫോണിൽ ബാറ്ററി തീരുന്നത് പോലെ തന്നെ രാവിലെ നാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ജോലി സ്ഥലത്തേക്കാകട്ടെ, അല്ലെങ്കിൽ അങ്ങാടിയിലേക്കാകട്ടെ, അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ആളുകളുമായി നാം സംവദിക്കുമ്പോൾ നമ്മുടെ ഊർജം ചോരുന്നത് പോലെ തന്നെ ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ നമ്മൾ കേൾക്കുകയും അനുഭവിക്കുകയും അത്തരം ആളുകളോട് പെരുമാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷണൽ ചാർജ് അങ്ങനെ തീർന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്ര നല്ല മൈൻഡ് സെറ്റ് ഉള്ള ആളാണ് എങ്കിലും, എത്ര പോസിറ്റീവായിട്ടുള്ള മൈൻഡുള്ള ആളാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആളുകളുമായി പെരുമാറുമ്പോൾ നമ്മുടെ ചാർജ് തീർന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ നമ്മൾ റീചാർജ് ചെയ്യണം. അതിന്റെ ഒരു മാർഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട്. ഈ കാര്യത്തിലും നാം ചെയ്യേണ്ടത് അതാണ്. അതാത് ദിവസങ്ങളിൽ നാം കണ്ടുമുട്ടുന്ന ആളുകൾ, നെഗറ്റീവായി നമ്മളോട് പെരുമാറിയ ആളുകൾ, അവർക്ക് നാം പൊരുത്തപ്പെട്ടു കൊടുക്കുക, പൊറുത്തു കൊടുക്കുക, അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ബെഡിലേക്ക് പോകുന്നതോടുകൂടി അന്ന് നമ്മൾ സമീപിച്ച നെഗറ്റീവായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള നെഗറ്റീവായ മുഴുവൻ ചിന്തകളെയും മാറ്റുന്നതിന് വേണ്ടി അവർ ചെയ്ത പ്രവൃത്തി, അവർ നമ്മളെ പരിഹസിച്ചത്, കളിയാക്കിയത്, നമുക്ക് ചെയ്ത ദ്രോഹം, അതിനൊക്കെ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ട്, പൊരുത്തപ്പെട്ടു കൊടുത്തുകൊണ്ട്, ഫോർഗീവ് ചെയ്തുകൊണ്ട് നാം ബെഡിലേക്ക് പോകുക. അതോടുകൂടി ഇന്നത്തെ ആ ചാപ്റ്റർ, ആ വിഷയം അതവിടെ ക്ലോസ് ചെയ്യുകയാണ്. നാളെ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ആ വ്യക്തിയോട് തന്നെ പുതിയ ഒരു അധ്യായമാണ്. ആ അധ്യായം മനോഹരമാക്കാൻ, പോസിറ്റീവാക്കാൻ നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതുകൊണ്ട് എന്നും രാത്രി ബെഡിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ മൈൻഡിലുള്ള വെറുപ്പ്, വിദ്വേഷം, അസൂയ തുടങ്ങിയിട്ടുള്ള കുശുമ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കുക. മാറ്റിവെക്കുന്നതിന് വേണ്ടി നാം ഇടപഴകുന്ന ആളുകളുമായി, പ്രത്യേകിച്ച് നെഗറ്റീവ് എഫക്റ്റ് നമുക്ക് നൽകിയ ആളുകൾക്ക് എല്ലാം ഫോർഗീവ് ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു ഫോർഗീവ്നെസ് മെന്റാലിറ്റി നാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നാലാമത്തെ കാര്യം, ഇത്തരം നെഗറ്റീവായിട്ടുള്ള ആളുകൾ എല്ലായ്പ്പോഴും തർക്കത്തിന് വരുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എല്ലാ വിഷയത്തിലും അവർ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന അർത്ഥത്തിൽ എല്ലാ വിഷയത്തിലും അവർ നെഗറ്റീവായിക്കൊണ്ട് തന്നെ നമ്മളോട് തർക്കിക്കാൻ നിൽക്കും. അതുകൊണ്ട് ഒരു സാഹചര്യത്തിലും അത്തരം ആളുകളോട് തർക്കിക്കരുത്. നാം അവരോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ റെസ്പോണ്ട് ചെയ്യുക, അല്ലാതെ നമ്മൾ ഒരിക്കലും റിയാക്ട് ചെയ്യരുത്. നമ്മൾ ആ കാര്യം, അവർ പറയുന്ന കാര്യത്തെ നമ്മുടെ ബ്രെയിനിൽ ഇട്ടുകൊണ്ട് നമ്മുടേതായ ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്ന് എങ്ങനെ പെരുമാറണം, എന്ത് പ്രതികരിക്കണം എന്ന് നാം ആലോചിച്ച് അതിൻ്റെ വരും വരായികൾ, അതിൻ്റെ ഭവിഷ്യത്തുകളെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ആളുകളോട് പെരുമാറേണ്ടത്. പരമാവധി നമ്മൾ സൈലന്റ് കീപ്പ് ചെയ്യുക എന്നതാണ് ഒരു മാർഗം. അവരുടെ ആ നെഗറ്റിവിറ്റിയെ നമ്മളിലേക്ക് ആകർഷിക്കാതിരിക്കുകയും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നാം അത് കേൾക്കുക. കാര്യങ്ങൾ അവർ പറയുന്നതിന് മുഴുവൻ കേൾക്കുക. കാരണം അവരെ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ ആളുകളാണ് എന്നത് കൊണ്ട് തന്നെ അവരെ വെറുപ്പിക്കാനോ അവരെ മാറ്റി നിർത്താനോ ഒന്നും പാടില്ല. മറിച്ച് അവർ പറയുന്ന സമയങ്ങളിൽ നമ്മൾ സൈലന്റ് ആയിരിക്കുക, മിണ്ടാതിരിക്കുക. അവർ പറയുന്ന കാര്യങ്ങളെയൊക്കെ മൂളി കേട്ടുകൊണ്ട് നമ്മൾ കൂടുതൽ സംസാരിക്കാതിരിക്കുക. ഏതെങ്കിലും തരത്തിൽ അവരിൽ ഒരു നന്മ കണ്ടാൽ, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം കണ്ടാൽ അവിടെ നമ്മൾ ഇടപെടുകയും അതിനെ നമ്മൾ കൂടുതൽ അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുകയും അനുമോദിക്കുകയും നിങ്ങളൊരു പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുക.
അതുവരെ നമ്മൾ അവരിൽ പോസിറ്റീവ് കാണുന്നത് വരെ, അവർ സംസാരിക്കുന്ന വാക്കുകളിൽ പോസിറ്റീവ് കാണുന്നത് വരെ നമ്മൾ സൈലന്റ് കീപ്പ് ചെയ്യുക, മൗനം കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഒരു മാർഗം. അങ്ങനെ ഈ 4 കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഏകദേശം 12ഓളം വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഈ 12 കാര്യങ്ങളിൽ ഓരോ വ്യക്തിയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഓരോ സാഹചര്യങ്ങളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള 12 കാര്യങ്ങളാണ് നാം പറഞ്ഞത്. ഇത് അതാത് സമയങ്ങളിൽ നാം അപ്ലൈ ചെയ്തുകൊണ്ട് അതൊരു പ്രാക്ടീസായി നാം എടുക്കണം. ഒരു തവണ നാം അത് ചെയ്യുന്നത് കൊണ്ട് ആ നെഗറ്റിവിറ്റി അവരിൽ നിന്ന് പോവുകയോ അല്ല എങ്കിൽ നമുക്ക് അവരെ പോസിറ്റീവാക്കി എടുക്കാനോ കഴിയില്ല. മറിച്ച് നിരന്തരമായി നാം ഈ 12 കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയത്തിനും സാഹചര്യത്തിനും വ്യക്തിക്കും അനുസരിച്ച് സ്യൂട്ടായിട്ടുള്ള പോയിന്റുകൾ എടുത്ത് അവരുമായി ഡീൽ ചെയ്യുമ്പോൾ അവരെ നമുക്ക് പോസിറ്റീവാക്കി എടുക്കാനും നമ്മളെ ഡിമോട്ടീവ് ചെയ്യുന്ന, നമ്മുടെ ഊർജം തകരുന്ന രീതിയിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുടുംബാംഗങ്ങളോ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളോ പെരുമാറുമ്പോൾ നമുക്ക് അവരെ മാറ്റിയെടുക്കാനും അവരെ കൂടി നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിലേക്കും വിജയത്തിലേക്കും ഒക്കെ കൂടെ കൂട്ടാനും കഴിയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇത് ഒരു പ്രാക്ടീസായി നാം എടുക്കണം എന്ന് മാത്രം. ക്ഷമയോടുകൂടി ഈ കാര്യങ്ങൾ ഓരോന്നായി ചെയ്ത് പരീക്ഷിച്ച് ഏതാണോ ആ വ്യക്തിക്ക് സ്യൂട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അവരെ കൂടി പോസിറ്റീവായി കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിനെല്ലാം നമുക്ക് കഴിയട്ടെ. നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ കൂട്ടങ്ങളെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സിനെ എല്ലാവരെയും പോസിറ്റീവാക്കി എടുത്തുകൊണ്ട് ഒരു പ്രകാശം പരത്തുന്ന ഒരു വിളക്കായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലെ പോസിറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതുവരെ നന്ദി, നമസ്കാരം.